ഇന്ത്യയിലെ പ്രമുഖ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ മോഡലായ ഡിസയർ നിരത്തിലിറങ്ങി. പുതിയ സവിശേഷതകളുമായി പുറത്തിറങ്ങിയ ഡിസയറിന് 7 വേരിയന്റുകളാണുള്ളത്. മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിൽ പ്രവർത്തിക്കുന്ന മാരുതി സുസുക്കി അരീനയിൽ ഡിസയറിന്റെ ബുക്കിംഗ് ആരംഭിച്ചു. ഇന്ത്യയിലെ പ്രമുഖ കാർ നിർമ്മാണ കമ്പനിയായ മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ മോഡലായ ഡിസയർ നിരത്തിലിറങ്ങി. മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിൽ പ്രവർത്തിക്കുന്ന മാരുതി സുസുക്കി അരീനയിൽ പുതിയ ഡിസയറിന്റെ ലോഞ്ചിംഗ് നടന്നു. പ്രശസ്ത എഴുത്തുകാരിയും അവതാരകയുമായ ഷബ്ന മറിയവും ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 100 മീറ്ററിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ അൻസാഫ് കെ അഷ്റഫും ചേർന്ന് ഡിസയറിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. പറയുന്ന കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ മാരുതി അല്ലെങ്കിൽ ഡിസയർ ഈ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കാറ്റഗറി എല്ലാം നമ്മൾ റോഡിലെ പെർഫോമൻസ് ആണെങ്കിലും സേഫ്റ്റി ആണെങ്കിലും അതിൻ്റെ മൈലേജ് ആണെങ്കിലും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണോ നമ്മളൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്നത് അതെല്ലാം ഫുൾഫിൽ ചെയ്യാനുള്ള എല്ലാം നിറച്ചു വെച്ചുകൊണ്ടാണ് ഓരോ പുതിയ പ്രോഡക്റ്റും മാർക്കറ്റിലേക്ക് എത്താറുള്ളത്. അപ്പോൾ ഇതിനും എല്ലാവിധ ഭാവങ്ങളും നേടുകയാണ്. ഒരുപാട് സന്തോഷം. എൻ്റെ ഫാമിലി ആണെങ്കിൽ 2 ആഴ്ച മുമ്പ് തന്നെ സ്വിഫ്റ്റ് പുതിയ മോഡൽ എടുത്തായിരുന്നു. അപ്പം നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മാരുതി സുസുക്കി. ഒരുപാട് സന്തോഷം ഈ എടുക്കാൻ പറ്റിയതിലും എന്നെ ഈ ഇനാഗ്രേഷനെ വിളിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. LXi, VXi, ZXi, ZXi Plus എന്നീ 4 വേരിയന്റുകളിൽ വാഹനം ലഭ്യമാണ്. ഗ്യാലന്റ് റെഡ്, അലൂറിംഗ് ബ്ലൂ, നട്ട്മെഗ് ബ്രൗൺ, ബ്ലൂയിഷ് ബ്ലാക്ക്, ആർട്ടിക് വൈറ്റ്, മാഗ്ന ഗ്രേ, സ്പ്ലെൻഡിഡ് സിൽവർ തുടങ്ങി 7 കളറുകളിലും ഡിസയർ ലഭ്യമാണ്. മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സ്ഥല സൗകര്യവും ഇന്ധനക്ഷമതയും കൂടുതലുണ്ട്. പെട്രോളിന് ലിറ്ററിന് 26 കിലോമീറ്ററും CNGയിൽ 34 കിലോമീറ്ററും മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു സെഗ്മെൻറ്റിൽ സ്ലൈഡിംഗ് സൺറൂഫ് വരുന്ന ഇലക്ട്രിക് സൺറൂഫ് വരുന്ന ഏറ്റവും ആദ്യമായിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ വിഷൻ LED ഹെഡ് ലാമ്പ്, അതുപോലെ 3D ട്രിനിറ്റി ടൈൽ ലാമ്പ്, പിന്നെ അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് AGS ടെക്നോളജി പോലെയുള്ള ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേയധികം സംഗതികൾ പുതിയ ഡിസയറിലുണ്ട്. ബൂട്ട് സ്പേസ് വളരെയധികം കൂട്ടിയിട്ടുണ്ട്. 382 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ട് എല്ലാ മോഡലിലും 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും വൈഡസ്റ്റ് കാറാണ്. 1735 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. കൂടാതെ തന്നെ 360 വ്യൂ HD ക്യാമറ വരുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ആദ്യത്തെ വണ്ടിയാണ്. അതുപോലെ സുസുക്കി കണക്റ്റ് വരുന്നുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും നമ്മുടെ പുതിയ ന്യൂ ഡിസയറിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൈലേജ് തന്നെയാണ്. 25.71 ആണ് അതിൻ്റെ മൈലേജ് വരുന്നത്. അതുപോലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വണ്ടിയാണ്. കൂടാതെ 5 സ്റ്റാർ റേറ്റിങ്ങിൽ മാരുതി ആദ്യമായിട്ടൊരു 5 സ്റ്റാർ റേറ്റിങ്ങിലുള്ള ഒരു സെഡാൻ മോഡലാണ് ഇപ്പോൾ നമുക്ക് മാരുതി അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രൈസ് വളരെ അട്രാക്റ്റീവാണ്. 6.79 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു വിലയിൽ ഈ 6 എയർ ബാഗ് എല്ലാം ഉള്ള ഒരു വണ്ടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. Z സീരീസിലുള്ള എഞ്ചിനാണ് ഡിസയറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് സൺറൂഫും വിശാലമായ റിവേഴ്സ് ക്യാമറയും ഓട്ടോമാറ്റിക് ഗിയർ സംവിധാനവും ഡിസയറിലുണ്ട്. 6 എയർ ബാഗുകളുണ്ട് എന്നതാണ് ഡിസയറിന്റെ ഏറ്റവും വലിയ സുരക്ഷിതമായ പ്രത്യേകത. 6,79,000 മുതലാണ് ഡിസയറിന്റെ വില തുടങ്ങുന്നത്. LED ക്രിസ്റ്റൽ വിഷനുള്ള ഹെഡ് ലാമ്പുകളും ഓട്ടോമാറ്റിക്കായി തിരിയുന്ന സൈഡ് മിററും ഉൾപ്പെടെ നിരവധി പ്രത്യേകതകളാണ് ഡിസയറിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ടയറിന്റെ മർദ്ദം അറിയുന്നതിനുള്ള മോണിറ്ററിംഗ് സിസ്റ്റം തുടങ്ങിയവയെല്ലാം ഡിസയറിന്റെ പ്രത്യേകതകളാണ്. മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിൽ പ്രവർത്തിക്കുന്ന മാരുതി സുസുക്കി അരീനയിൽ ഡിസയറിന്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 97 45 99 72 38 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അരീന ഡീലർഷിപ്പ് ഹെഡ് രാജേഷ് TR, നെക്സ ഡീലർഷിപ്പ് ഹെഡ് ഷെഫീസ് മുഹമ്മദ്, സർവീസ് റീജിയണൽ ഹെഡ് ജിജു തോമസ്, അക്കൗണ്ട്സ് മാനേജർ ഹാമിദ് VV തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.